യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഈ വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ വിശ്വസിക്കുവാണ്, ഈ വചനം കേൾക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിലാണ്. ചിലരെങ്കിലും ചിന്തിക്കും, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാണല്ലോ ഓരോ ദിവസത്തെയും വചനം, എന്നോട് സംസാരിക്കുന്ന പോലെ തോന്നിയല്ലോ, എൻ്റെ കാര്യങ്ങൾ ഇനി അറിഞ്ഞിട്ടെങ്ങാനും പറയുന്നതാണോ എന്നൊക്കെ പറയുന്നവരുണ്ട്. നിങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. ഈ വചനത്തിലൂടെ ദൈവം തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ ശബ്ദത്തിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത്. ആ വചനമാണ് സംസാരിക്കുന്നത്. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന കേവലം ഒരു ഉപകരണം മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നുവരെ ഈ ആലയത്തിൽ വന്നിട്ടുള്ളവർ, നിയോഗം സമർപ്പിച്ചിട്ടുള്ളവർ, നിയോഗത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നവർ, നിയോഗത്തോടെ കൊന്തച്ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ, കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവർ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവർ, ഈ അൾത്താരയിൽ ഉള്ള പേരുകൾ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാനിടയാകണമേ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കണമേ. ദൈവത്തിൻ്റെ അടയാളങ്ങൾ സംഭവിക്കണമേ. ഇന്നത്തെ വചനം ഒത്തിരി അനുഗ്രഹമാകുന്നൊരു വചനമാണ്. ശ്രദ്ധയോടെ കേൾക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. 1 സാമുവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യമാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടതാകും, ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വചനം സുപരിചിതമാകും. പക്ഷേ ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഈ വചനം കേൾക്കുമ്പോൾ ആ ഒരു വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില അത്ഭുതങ്ങളെ കൊണ്ടുവരും. 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഹന്ന സാക്ഷ്യം പറയുവാണ്, ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ഹന്ന പറഞ്ഞതാ. ഹന്ന പുരോഹിതനോട് പറയുക, പുരോഹിത, ഈ കുഞ്ഞിന് വേണ്ടിയാ കേട്ടോ ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അടുത്ത ഭാഗം ചിന്തിക്കണം. ഒരമ്മയിൽ നിന്ന് പഠിക്കേണ്ട ഒരു വലിയ പാഠമുണ്ട്. 28-ാമത്തെ വാക്യം. ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. അജീവാനന്ദം. അവൻ കർത്താവിനുള്ളവനായിരിക്കും. അവർ കർത്താവിനെ ആരാധിച്ചു. അമ്മയും മകനും ദൈവത്തെ ആരാധിച്ചു, ദൈവത്തിന് സമർപ്പിച്ചു. ദൈവത്തെ ആരാധിച്ചു, ദൈവത്തിന് സമർപ്പിച്ചു. നമ്മൾ പറയില്ലേ, വെറുതെ സമയം കളയാൻ വേണ്ടി പോവുക, പ്രാർത്ഥിക്കാൻ പോവുക. ഇത് ദേവാലയത്തിൽ വന്ന് ഒരമ്മയും മകനും ദൈവത്തിന് സമർപ്പിച്ച് തന്നെ ആരാധിച്ചു. ദൈവത്തിന് സമർപ്പിച്ച് ആരാധിക്കാൻ സമയം മാറ്റിവെക്കുന്നത് ഒരിക്കലും നഷ്ടമാകില്ല. ഇന്നത്തെ പ്രാർത്ഥനയാണ് നാളത്തെ സമ്പത്ത്. ഇന്നത്തെ ആരാധനയും സത്യത്തിലും ആത്മാവിലുമുള്ള പ്രാർത്ഥന ആരാധനയാ പ്രിയരെ നാളത്തെ എൻ്റെയും നിങ്ങളുടെയും സമ്പത്ത്. വിലപിക്കേണ്ടി വരത്തില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്ത് അനുഗ്രഹമാണ് അവരിൽ വന്നത്. 3-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിച്ചു നോക്ക്. അമ്മ തൻ്റെ മകനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, അവർ ആരാധിച്ചു. അവൻ അജീവാനന്ദം, ദൈവത്തിനുള്ളവനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന് തന്നെ സമർപ്പിച്ച സാമുവേൽ വഴിതെറ്റിപ്പോയോ? ആ സാമുവേൽ തകർന്നു പോയോ? അവൻ്റെ ഭാവി ഇരുട്ടായിപ്പോയോ? എല്ലാവർക്കും വേദനയായോ? എഴുതിയിരിക്കുന്ന വാക്യം നോക്ക്. 19-ാമത്തെ വാക്യം. സാമുവേൽ വളർന്നു വന്നു. ദൈവത്തിന് തന്നെ സമർപ്പിക്കുന്നവൻ അനുഗ്രഹത്തിൽ വളർന്നു വരും. അതെന്തു കാര്യമായാലും. സാമുവേൽ വളർന്നു വന്നു. കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിനാണോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചും പേരെഴുതി വെച്ചും അവരെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ എഴുതി വെച്ചും ഇവിടെ എഴുതി വെച്ചും ഒക്കെ പ്രാർത്ഥിച്ചത്? അവരോടുകൂടെ ദൈവം നിൽക്കും. നോക്ക്, എഴുതിയിട്ട് അവരോടുകൂടെ കർത്താവ് അവനോടുകൂടെയുണ്ട്. അടുത്ത ഭാഗം നോക്ക്. അവൻ്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമായി പോകാൻ ദൈവം ഇടവരുത്തിയില്ല.
അവൻ്റെ വാക്കിന് പോലും വിലയുണ്ടായി. അവൻ്റെ വാക്കുകളൊന്നും വ്യർത്ഥമായി പോകാൻ ദൈവം അനുവദിച്ചില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാകുന്നത് കണ്ടോ? ഇതൊക്കെ ഈ ഒരു അമ്മയിൽ നിന്ന് ഒത്തിരി കാര്യം പഠിക്കാനുണ്ട്. അമ്മമാരാകുന്നവരും കൊച്ചുമക്കളുള്ളവരും എല്ലാവരും ഇത് കേൾക്കണം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ഇതറിഞ്ഞേ. നിങ്ങളുടെ മക്കളുടെ വാക്കുകൾ വാക്കിന് പോലും വിലയുള്ളവനായി മാറി. വാക്കിന് പോലും വിലയുള്ളവരായി മാറി. കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അവരെ ദൈവം എന്തേറെ അനുഗ്രഹിക്കുന്ന ഇതിൽ കൂടുതൽ എന്തു തെളിവാണ് വേണ്ടത്? അടുത്ത ഗുണമാണ് 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം, സാമുവേലിൻ്റെ വാക്ക് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചു. ഒരാളുടെ വാക്ക് ഒരു രാജ്യം മുഴുവൻ ആദരിച്ചു എന്നോ? പ്രധാനമന്ത്രിയൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾ, ഒരു ഇസ്രായേൽ ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു സ്ഥലമാണ് ഇസ്രായേൽ. ആ രാജ്യം മുഴുവനുള്ള ആളുകൾ ഈ വ്യക്തിയുടെ വാക്ക് ആദരിച്ചു എന്ന്, ബഹുമാനിച്ചു എന്ന്. അപ്പം അത്രമാത്രം സാമുവേൽ ആ നാട്ടിൽ വളർന്ന് ഉയർന്നു അനുഗ്രഹത്തോടെ. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും പ്രാർത്ഥിക്കാനൊക്കെ കിട്ടുന്ന അവസരമുണ്ടല്ലോ, അത് നാളത്തെ സമ്പത്താണ്. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തരും പറയാനിടവരും ഓരോ സാക്ഷ്യങ്ങളും ഓരോ അനുഗ്രഹങ്ങളും. അതുകൊണ്ട് തന്നെയല്ലേ ഇത്രയും ആളുകൾ ഓരോ ദിവസവും വചനം കേട്ട് പ്രാർത്ഥിക്കുന്നത്? വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നതാ. ബൈബിൾ തുറന്ന് കിട്ടിയ ഒരു ഭാഗം അവിടെ നിന്ന് വ്യാഖ്യാനിക്കുകയല്ല. ഒരു ഭക്ഷണം പാകം ചെയ്തതുപോലെ മുറിയിലിരുന്ന് ഏറെ നേരം വായിച്ചും എഴുതിയും ഒരുങ്ങിയും പ്ലാൻ ചെയ്തും വന്ന് പ്രസംഗിക്കുന്നതാണ് 5-10 മിനിറ്റ്. വരുന്ന പാടെ മൈക്കെടുത്ത് പറയുകയല്ല. എനിക്കറിയാം ഈ വചനം അനേകരെ തൊടുമെന്ന്. എനിക്കറിയാം ഈ വചനം അനേകം കുഞ്ഞുങ്ങളെ അനുഗ്രഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുമെന്ന്. എത്ര കുഞ്ഞുങ്ങളാണെന്നറിയാമോ? എത്ര യുവതീ യുവാക്കളാണെന്നറിയാമോ ഈ ആലയത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹത്തിൽ ജീവിക്കുന്നത്? അത് ദൈവം ഒരുക്കുന്നൊരു വഴിയാണ്. സമയമുള്ളവരത് പല പ്രാവശ്യം വായിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കണം കേട്ടോ. അങ്ങനെ ഒരമ്മ വീട്ടിലിരിക്കുവല്ല ചെയ്തേ. ആ കുഞ്ഞിനെയും കൊണ്ട് പള്ളി വന്ന് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ചപ്പോൾ മക്കൾക്കത് അനുഗ്രഹവും സമ്പത്തുമായി മാറി. അനുഗ്രഹവും സമ്പത്തുമായി മാറി. ഇന്നത്തെ പ്രാർത്ഥന നാളത്തെ സമ്പത്താണ്. വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹമാണ്. പ്രതികൂല കാലാവസ്ഥ മഴയൊക്കെ ഉണ്ടെങ്കിലും പ്രാർത്ഥനയോടെ ആയിരിക്കെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ ദൈവം ഒരുക്കും. ആഗ്രഹമുള്ളവർ ബുക്ക് ചെയ്ത് വ്യാഴാഴ്ച വരിക. വെള്ളിയാഴ്ച ഒത്തിരി അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷകൾ നടക്കുകയാണ്. പ്രഭാതത്തിൽ 4:30 മണിക്ക് ഇവിടെ ശുശ്രൂഷകൾ ആരംഭിക്കും. വെളുപ്പിന് 4:30 കൗൺസിലിംഗ് ആരംഭിക്കും. പ്രാർത്ഥനയോടെ ആരംഭിക്കും. 7 മണി കുരിശിൻ്റെ വഴി. 7:45 8 മണിയാകുമ്പം ഔദ്യോഗികമായ പ്രാർത്ഥനകൾ ആരംഭിക്കും. വെളുപ്പിന് നേരം വെളുക്കുന്നതിന് മുമ്പ് 4:30 മണിക്ക് പ്രാർത്ഥനകൾ ഇവിടെ ആരംഭിക്കുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണത് ഓരോ ദിവസവും കാണുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം കേട്ട് ഈ വ്യക്തിയെ, കുടുംബത്തെ എല്ലാം അനുഗ്രഹിക്കണമേ. ഈ വചനം ഞങ്ങൾക്ക് വലിയൊരു ബോധ്യമാണ്. സാമുവേലിൻ്റെ വാക്ക് ഇസ്രായേൽ ഒരു വീട് മുഴുവൻ, ഒരു പഞ്ചായത്ത് മാത്രം ആദരിച്ചു എന്നല്ല, ഒരു വീട് ആദരിച്ചു എന്നല്ല, ഭാര്യയും മക്കളും അനുസരിച്ചു എന്നല്ല, ഒരു രാജ്യം ഇസ്രായേൽ മുഴുവൻ ആദരിച്ചു എന്ന്. പ്രാർത്ഥന നഷ്ടമായില്ല. സമയം മാറ്റിവെച്ചത് ഒട്ടും നഷ്ടമായില്ല. അനുഗ്രഹമാകും, അനുഗ്രഹമാകും, അനുഗ്രഹമാകും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മുപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ശരീരത്തിൻ്റെ അകവും പുറവും ഞങ്ങളെ സംരക്ഷിക്കണമേ, സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും സമാധാനവും തരണമേ. ഒരു വഴി തുറന്ന് എനിക്ക് ഒരു മാർഗം തെളിച്ചു തരണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. ഈ വചനം പ്രതീക്ഷയാണ്. പല പ്രാവശ്യവും കേൾക്കണം. സാധ്യമായ എല്ലാവരിലേക്കും ഈ വചനമൊക്കെ എത്തിക്കണം. ഇത് അനേകരുടെ വെളിച്ചമായി മാറും. നാളെയും 5:30 ഒരുമിച്ച് കാണാം. ഒരുമിച്ച് കാണുന്നത് വരെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ, കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ പരിപാലിക്കട്ടെ. ആമേൻ.